ഇന്നത്തെ ആഭ്യന്തര വിപണിയുമായി ബന്ധപ്പെട്ട എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായി പതിവ് പോലെ നമ്മുടെ ഇൻഹൌസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. Good morning, Anla, and happy birthday to you. And പ്രേക്ഷകരുടെ പേരിൽ ഒരു happy birthday to you. Thank you, sir. Thank you so much. സർ, അതുപോലെ തന്നെ നമുക്ക് യു എസ് വിപണിയിലേക്ക് തന്നെ പോയി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു യു എസ് വിപണിയായിരുന്നു വെള്ളിയാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിലേക്ക് വരികയാണെങ്കിൽ 0.32% വളരെ നേരിയ ഒരു നേട്ടം മാത്രം രേഖപ്പെടുത്തി 39,512.84 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നാസ്ഡാക്ക് കോമ്പോസിറ്റിലേക്ക് വരികയാണെങ്കിൽ 0.03% വളരെ നേരിയൊരു ഇടിവ് മാത്രം രേഖപ്പെടുത്തി 16,340.87 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരാഴ്ച പ്രത്യേകിച്ചും CPI കണക്കുകളൊക്കെ വരാനിരിക്കുന്ന ഈ ഒരു ആഴ്ചയിൽ അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, അമേരിക്കൻ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഫെബ്രുവരി ആൻഡ് മാർച്ച് ഏപ്രിൽ പകുതി വരെ നമ്മൾ നല്ലൊരു കറക്ഷൻ ആയിരുന്നു അമേരിക്കൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ 10 ദിവസത്തിനിടെ നമ്മൾ നല്ലൊരു റിക്കവറിയും കണ്ടിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ഇൻ അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ 18,200, അതിനെ തുടർന്ന് 18,400, 18,600 ഈ 3 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കണം നമ്മൾ ഷോർട്ട് ടേമിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ലോങ് ടേം ട്രെൻഡ് ഓർ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുമെന്ന്. അതേസമയം ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഈസ് ഈവൻ ബെറ്റർ. കാര്യം ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ 10 ദിവസത്തിൽ ഇറ്റ് ഈസ് മൂഡ് അപ്പ് മച്ച് ഫാസ്റ്റർ ദാൻ ദ നാസ്ഡാക്ക് ഇൻഡെക്സ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ മുന്നിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇസ് ദി ഓൾ ടൈം ഹൈ ലെവൽ. നിലവിൽ ഓൾ ടൈം ഹൈ ലെവൽ 39,889 പോയിന്റ് ലെവലിലാണ് നിലനിൽക്കുന്നത്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. സാർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാനായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, EV മേക്കേഴ്സിന് മേൽ അമേരിക്ക താരിഫ് ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിൽ ഇമ്പോർട്ട് താരിഫ് ഏർപ്പെടുത്തുന്നു എന്ന തടക്കമുള്ള ഒരു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേഖല ഇത്തരത്തിലുള്ള ഒരു അമേരിക്കയുടെ നടപടി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അത് അമേരിക്കൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പോളിസി ചേഞ്ച് ഇന്ത്യ ഒരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ് ടെസ്ല പോലെയുള്ള സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ബാധിക്കും. ആൻഡ് ടെസ്ലയുടെ സ്പെസിഫിക് കേസ് നോക്കുമ്പോഴേക്കും ഏപ്രിൽ അവസാനത്തോടു കൂടിയായിരുന്നു അതിൻ്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നടന്നത് $140. ആൻഡ് അതിനുശേഷം നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. ആൻഡ് സബ്സിക്വൻ്റ്ലി നല്ലൊരു കറക്ഷനും നടന്നിട്ടുണ്ട്. സോ നമുക്ക് ടെസ്ല പോലെ സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 160, 165 റേഞ്ചിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. യെസ് സർ, അതിനോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ക്രൂഡിന്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ബ്രണ്ടിലേക്ക് വരുമ്പോൾ 0.28% നേരിയ ഇടിവിൽ $82.56 എന്ന നിലയിലും, WTI ക്രൂഡിലേക്ക് വരുമ്പോൾ സമാനമായ ഒരു ഇടിവോടുകൂടി 78.07 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരാഴ്ചയിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഈ ഒരു ക്രൂഡിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സോ ക്രൂഡ് ഓയിൽ ഏപ്രിൽ മാസത്തിലായിരുന്നു ഒരു 52 വീക്ക് ഹൈ നമുക്ക് നൽകിയത്. ആ ഒരു ഹൈ ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്ന $87.67. അതിനുശേഷം വി ഹവ് സീൻ എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ. ആൻഡ് ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി മാറിയിരിക്കുക. WTI ക്രൂഡിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്ക് $80.50 മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ അതൊരു ഷോർട്ട് ടേം ഔട്ട്ലുക്ക് നമ്മൾ ക്രൂഡിന് വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെയറിഷ്. ക്രൂഡ് ഓയിലിന്റെ കേസിൽ WTI ക്രൂഡിന്റെ കേസിൽ അടുത്ത മേജർ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് $76. $76 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ $2 ഇടിവും കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡ് ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 0.44% ഇടിവിൽ ട്രോയ് ഔൺസിന് 2364.5 എന്നൊരു നിലയിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ വ്യാപാരത്തിന്റെ എയർലി ട്രേഡിൽ 2370 വരെയൊക്കെ ഉയർന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇനി ഗോൾഡിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് സ്വർണത്തിന്റെ കേസിൽ ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്വർണത്തിന്റെ ഓൾ ടൈം ഹൈ $2,448 കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും വി ഷുഡ് ബി റെഡി ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് $2,280. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് വളരെ വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ വിക്സിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയൊരു 52 വീക്ക് ഹൈ നിലവാരത്തിലേക്ക് വരെ ഉയരുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചത്തെ സ്ഥിതി മാത്രം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 0.44% നേട്ടം രേഖപ്പെടുത്തി 22,055.2 എന്നൊരു നിലയിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? ഇന്നത്തെ വ്യാപാരത്തിൽ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 21,750 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിഫ്റ്റിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 200 മുതൽ 250 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആൻഡ് അതിന് ശേഷമുള്ള ഒരു മേജർ സപ്പോർട്ട് 21,300, അതിനെ തുടർന്ന് 20,800 പോയിന്റ്. സോ അറ്റ് ദ മൊമെന്റ് നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും പുതിയൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നില്ല, ഈവൻ ദോ അണ്ടർടോൺ ഇസ് ബുള്ളിഷ്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുമ്പോൾ നിഫ്റ്റിയിൽ നിന്നൊരു വിപരീതമായിട്ട് ഒരു നെഗറ്റീവ് ടോണിലാണ് നിഫ്റ്റി ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 0.14% നേരിയ ഇടിവിൽ 47,421.1 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും അണ്ടർടോൺ അഗൈൻ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കഴിഞ്ഞ 8 സെഷൻസിൽ നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഓൾസോ ബുള്ളിഷ്. നൗ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇന്ന് അടുത്ത 2 സെഷനിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, ഈവൻ ദോ ദ അണ്ടർടോൺ ഇസ് ബുള്ളിഷ്. ബട്ട് ഇതിലെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് മുന്നേറണമെങ്കിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്ക് ഇസ് ആക്സിസ് ബാങ്ക്. സോ ആക്സിസ് ബാങ്കിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. 1,142 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. രണ്ടാമത്തെ ഒരു ബാങ്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇസ് ICICI ബാങ്ക്. ICICI ബാങ്കിന്റെ കേസിൽ 1,140 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിലെ ബുള്ളിഷ്നെസ് തിരിച്ചു വരും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് നോക്കുമ്പോഴേക്കും SBI അതിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവലിന് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത് 842 rupees ഇസ് ദ മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു സെഗ്മെന്റിൽ നിന്നുള്ള ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. വിപണിയിലേക്ക് എത്തിയിട്ട് അധികകാലം ആയിട്ടില്ല, ഏകദേശം ഒരു 2 മാസത്തെ കാലയളവ് മാത്രമായിട്ടേ ഉള്ളൂ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഈ ഓഹരി എന്ന് പറയുന്നത്. നിലവിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1.14% ഇടിവിൽ 370 രൂപ എന്നൊരു നിലയിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല മാർച്ച് 27 ഒരു 52 ലോ നിലവാരമായ 320 എന്നൊരു നിലയിലേക്ക് വരെ ഇടിയുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി താങ്കൾക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോ അനില പറഞ്ഞത് വളരെ ശരിയാണ്. ലിസ്റ്റിങ്ങിന് ശേഷം മറ്റ് പല IPO സ്റ്റോക്സിനെ പോലെ തന്നെ ക്യാപിറ്റൽ സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നല്ലൊരു സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ആൻഡ് മാർച്ച് മാസത്തിലായിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും.
ഈ സ്റ്റോക്കിന്റെ 2 മേജർ സപ്പോർട്ട് ലെവൽ എനിക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ 338 രൂപയും അതിനെ തുടർന്ന് ഇതിന്റെ ഓൾ ടൈം ലോ ലെവൽ വിച്ച് ഇസ് അറൌണ്ട് 320 റുപ്പീസ്. എനിക്ക് തോന്നുന്നില്ല ഈ 2 സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. 2 മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദ്യത്തെ 400 രൂപ, അതിനെ തുടർന്ന് 440 രൂപ. അതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സർവീസ് മേഖലയിൽ നിന്നുള്ള ജിയോജിത്തുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജിയോജിത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന 0.5% നേട്ടത്തിൽ 100.15 എന്നൊരു നിലയിലാണ്. എന്നാൽ മെയ് ആദ്യ വാരത്തിൽ തന്നെ പുതിയൊരു 52 വീക്ക് ഹൈ നിലവാരമായ 111.2 എന്നൊരു നിലവര ഉയർന്നിട്ടുമുണ്ടായിരുന്നു. ജിയോജിത്തുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും മാർച്ച് മാസത്തിലായിരുന്നു ഈ ജിയോജിത്തിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ച 61 രൂപയിൽ. ആൻഡ് അതിനെ തുടർന്ന് വി ഹാവ് സീൻ ഗ്രാജുവൽ ബൈയിങ് ഇൻട്രസ്റ്റ്. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്ന കറക്ഷനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നല്ലൊരു അവസരം നൽകുന്നുണ്ട് ഈ സ്റ്റോക്ക്. സോ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 103 രൂപ. 103ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 107, 114, അതിനെ തുടർന്ന് 120 രൂപ. അതിനോടൊപ്പം തന്നെ IT മേഖലയിൽ നിന്നുള്ള ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഏകദേശം 3.5% നേട്ടം നൽകിക്കൊണ്ട് 977.95 എന്നൊരു നിലയിലാണ് ഈ ഒരു ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം 26%-ലധികം നേട്ടം നൽകാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഇയർ ടു ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 25%-അടുത്ത് നേട്ടം നൽകിയിട്ടുമുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ന്യൂജന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിലായിരുന്നു ഈ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയ 1058 രൂപ. ആൻഡ് അതിനെ തുടർന്ന് കഴിഞ്ഞ 4 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. സോ കറന്റ് ലെവൽസിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 മേജർ റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 1058 രൂപ, അതിനെ തുടർന്ന് 1100 രൂപ, 1180 രൂപ. അതിനോടൊപ്പം തന്നെ റെയിൽവേ സെഗ്മെന്റ് എന്നുള്ള ഇർക്കോൺ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇർക്കോണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച 1.5%-അടുത്ത് നേട്ടം നൽകിക്കൊണ്ട് 229.45 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് കൂടി വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇയർ ടു ഡേറ്റിൽ ഏകദേശം 34%-അടുത്ത് നേട്ടം നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം ഏകദേശം 190% നേട്ടവും നൽകിയിട്ടുണ്ട്. ഇർക്കോണുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട ഒരു ഓഹരി കൂടിയാണ് ഇത്. ഇർക്കോണുമായി ബന്ധപ്പെട്ട താങ്കൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഇർക്കോണിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ച 280 രൂപ 85 പൈസ. അതിനുശേഷം ദ സ്റ്റോക്ക് ഹാസ് ബീൻ ഗ്രാജുവലി കൺസോളിഡേറ്റിംഗ്. ഒരു സൈഡ് വേസ് പാറ്റേൺ ഷോർട്ട് ടേമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. 210 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 240 രൂപ, അതിനെ തുടർന്ന് 260 രൂപ, അതിനെ തുടർന്ന് 280 രൂപ. അതിനോടൊപ്പം തന്നെ ഓറിയൻ പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഹരിയെ സംബന്ധിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം നേരിയൊരു ഇടിവിൽ 53.2 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ 59.8 എന്ന നിലയാണ്. ഓറിയൻ പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്?
സോ അതിൽ ഓറിയന്റ് പേപ്പർ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. ആൻഡ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഏത് മേജർ പേപ്പർ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും മാർച്ച് മാസത്തിന് ശേഷം നല്ലൊരു സ്പെക്കുലേറ്റീവ് ബൈയിങ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓറിയന്റ് പേപ്പറിലും അതേ ഒരു പാറ്റേണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓറിയന്റ് പേപ്പറിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നടന്നത്. ആൻഡ് നമ്മളൊരു പ്യുവർ ട്രേഡിംഗ് സ്പെക്കുലേഷന് വേണ്ടി നമ്മളൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓറിയന്റ് പേപ്പറിൽ 55 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാം. 55ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 57, അതിനെ തുടർന്ന് 59 രൂപ 50 പൈസ, അതിനെ തുടർന്ന് 63 രൂപ. ആൻഡ് നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 51 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ, അതിനോടൊപ്പം തന്നെ ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി സ്മിത എന്ന പ്രേക്ഷകർ IREDA ബന്ധപ്പെട്ട തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വിപണിയിൽ എത്തിയിട്ട് അധികകാലമായിട്ടില്ല, എന്നിരുന്നാൽ പോലും വലിയ നേട്ടം ഈ കുറഞ്ഞ കാലയളവിനിടയിൽ നിക്ഷേപകർക്ക് നൽകിയ ഒരു ഓഹരി കൂടിയാണ്. കഴിഞ്ഞൊരു ഇയർ ടു ഡേറ്റ് പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ ഏകദേശം 61% നേട്ടം നൽകിയിട്ടുമുണ്ട്. IREDA ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? So IREDA long-term trend is bullish. Short-term trend sideways ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 153 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ഈ കമ്പനിയിൽ ഒരു ഷോർട്ട് ടേം സ്പെക്കുലേറ്റീവ് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 168 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 189 രൂപയും അതിനെ തുടർന്ന് 203 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. യെസ് സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായ പ്രണവ് യൂക്കോ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. യൂക്കോ ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.5% നേട്ടത്തിൽ 52.6 എന്നൊരു നിലയിലാണ്. യൂക്കോ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? So UCO Bank, Central Bank, Punjab and Sindh Bank, Bank of Maharashtra മുതലായ സ്മോൾ ക്യാപ് പബ്ലിക് സെക്ടർ ബാങ്ക്സിലൊക്കെ സിമിലർ പാറ്റേൺസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർച്ച് മാസത്തിന് ശേഷം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. യൂക്കോ ബാങ്കിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 49 രൂപ 80 പൈസയിലെ മേജർ സപ്പോർട്ട് ലെവൽ ഉണ്ട്. ആൻഡ് നമ്മൾ ആ ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ ഈ ആഴ്ച തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. 55 രൂപ 25 പൈസയിലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ ടാർഗറ്റ് 60 രൂപ, അതിനെ തുടർന്ന് 62 രൂപ, അതിനെ തുടർന്ന് 65 രൂപ. മറ്റൊരു പ്രേക്ഷകൻ SBIയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നിഖിൽ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.36% ഇടിവിൽ 816.85 എന്നൊരു നിലയിലാണ്. SBIയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സുമേഷ് എന്ന പ്രേക്ഷകൻ വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.25% നേട്ടത്തിൽ 1464 രൂപ എന്നൊരു നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ലോങ് ടേം വ്യൂ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. വരുൺ ബിവറേജസ് ഇസ് എൻ എക്സലന്റ് കമ്പനി. ഫൈനാൻഷ്യൽസിലൊന്നും ഒരു പ്രോബ്ലം കാണുന്നില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ ഒന്നും തന്നെ കാഴ്ചവെച്ചിട്ടില്ല. നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 1560 റുപ്പീസ് 1560 മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഒരു ബുള്ളിഷ് മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. സാരംഗ് എന്ന പ്രേക്ഷകൻ NMDCയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% ഉയർന്ന് 255.95 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NMDCയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? NMDC long and short term trend continue to be bullish. At the moment, weakness ഒന്നും തന്നെ കാണുന്നില്ല.
നമ്മളൊരു സ്പെക്കുലേറ്റീവ് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ 259 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 270 രൂപയിലായിരിക്കും. അശ്വിൻ എന്ന പ്രേക്ഷകൻ ശോഭ ഡെവലപ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ശോഭ ഡെവലപ്പേഴ്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 1964 രൂപയിൽ. അതിനെ തുടർന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1560, 1600 ഈ ഒരു റേഞ്ചിലായിരിക്കണം. സോ ലെറ്റ് ദ കറക്ഷൻ ഗെറ്റ് ഓവർ. ആ ഒരു സമയത്ത് പുതിയ ലോങ് പൊസിഷൻ വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. സർ, മധു എന്ന പ്രേക്ഷക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റായി 142 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികളിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. സോ കറന്റ് ലെവൽസിൽ യൂണിയൻ ബാങ്കിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഈ ആഴ്ച ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ 150 to 155 ഈ റേഞ്ചിൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. മാത്യു എന്ന പ്രേക്ഷകൻ LICയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. LIC കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1% നേട്ടത്തിൽ 911.3 എന്നൊരു നിലയിലാണ്. LICയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? LICയുടെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്ക് LICയിൽ നിന്നും കുറച്ച് ഇൻട്രസ്റ്റിംഗ് പോസിറ്റീവായിട്ടുള്ള പ്രീമിയം കളക്ഷനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ലഭിച്ചിരുന്നു. സോ നമ്മൾ ഈ ആഴ്ച തീർച്ചയായിട്ടും LICയിൽ നല്ല ശ്രദ്ധ കൊടുത്തിരിക്കണം. 980 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. 980ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1020 രൂപ, അതിനെ തുടർന്ന് 1100 രൂപ. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.5% ഇടിവിൽ 876 രൂപ എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അദാനി ടോട്ടൽ ഗ്യാസ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടും കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 830 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സർ, അതിനൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ PFCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫിനാൻസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? PFC ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 380 രൂപ സ്റ്റോപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഷാജി എന്ന പ്രേക്ഷകൻ തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം നേരിയ നേട്ടം രേഖപ്പെടുത്തി 862.05 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോംസിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? തൻല പ്ലാറ്റ്ഫോം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് ഒരു മേജർ സപ്പോർട്ട് ഏരിയ 780 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. 1040 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അമീർ എന്ന പ്രേക്ഷകൻ BPCLുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. BPCL താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? BPCL ലോങ് ടേം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ ബുള്ളിഷ് ടു സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് അറ്റ് ദ മൊമെന്റ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും വീക്കായി തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും BPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആൻഡ് IOCയിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം തീർച്ചയായിട്ടും വരും സെഷൻസിൽ ലഭിക്കും.
ശംഖു എന്ന പ്രേക്ഷകൻ ഇൻഫോസിസുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% ഇടിഞ്ഞ് 1425.9 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി താങ്കൾ കാണുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ഇൻഫോസിസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഒരു സപ്പോർട്ട് ലെവലും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് ട്രൈ ടു ക്ലോസ് യുവർ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 1520 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മളൊരു ലോങ് പൊസിഷൻ ഒരു ലാർജ് IT സ്റ്റോക്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വൺ സ്റ്റോക്ക് ഇസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. 4000 രൂപയിലാണ് TCSന്റെ റെസിസ്റ്റൻസ് ലെവൽ കാണാൻ സാധിക്കുന്നത്. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി ഒന്നിലധികം പ്രേക്ഷകർ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? ഈ ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി HDFC ബാങ്ക് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടൊരു ഷെയർ മാർക്കറ്റ് പെർഫോമൻസാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്ക് തിരിച്ച് ലോങ് ടേം ബുള്ളിഷ്നെസ്സിലോട്ട് വരുമെന്നായിരുന്നു. ബട്ട് അത് സംഭവിച്ചിട്ടില്ല. എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ കനത്ത സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ അറ്റ് ദ മൊമെന്റ് ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ 2 മേജർ സപ്പോർട്ട് ലെവൽ, ആദ്യത്തെ 1400, അതിന് തൊട്ട് മുകളിൽ 1420 രൂപയിലാണ് സപ്പോർട്ട് കാണുന്നത്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി 2 സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. സാർ, ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് സെഷന്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് എനിക്ക് വിഷസ് നേർന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി കൂടി അറിയിക്കുന്നു. വീണ്ടും മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.